നിങ്ങൾ ചിലപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടാവും, രാത്രി വളരെ വൈകിയാവും കിടക്കുന്നുണ്ടാവുക. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതൊന്നും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോഴാണ് വേറൊരാൾ, അയാൾ ഒരു പണിയും മര്യാദയ്ക്ക് എടുക്കുന്നുണ്ടാവില്ല, പക്ഷേ എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. അവസരങ്ങൾ, പൈസ, റിലേഷൻഷിപ്പ്, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അവർ അച്ചീവ് ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങളിങ്ങനെ ചിന്തിക്കും, ഇതെന്താ ഇപ്പം ഇങ്ങനെ, എനിക്കെന്താ വയ്യേ, ഞാനിവിടെ പട്ടിയെ പോലെ പണിയെടുക്കുന്നു, പക്ഷേ എനിക്കൊന്നും കിട്ടുന്നില്ല. വേറെ ചിലർ ഒരു പണിയും എടുക്കുന്നില്ല, എന്നാൽ അവർക്കെല്ലാം ലൈഫിൽ കിട്ടുന്നുണ്ട്. എന്താണ് ലൈഫ് ഇങ്ങനെ അൺഫെയർ ആവുന്നത്? എന്താണ് എൻ്റെ പ്രശ്നം? ഇനി ആരെങ്കിലും എനിക്കെതിരെ വല്ല കൂടോത്രവും ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കാറുണ്ടെങ്കിൽ എക്സെപ്റ്റ് കൂടോത്രം, ദെൻ നിങ്ങൾ ലൈഫിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനോടുള്ള പെർസ്പെക്റ്റീവ് തന്നെ കംപ്ലീറ്റ്ലി മാറും. അതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ബട്ട് അതിനു മുമ്പ് ഒരു കുട്ടി സ്റ്റോറി ആയാലോ? പണ്ട് അയ്യോ ഇൻട്രോ പറഞ്ഞില്ല. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഹിയർ ദ സ്റ്റോറി. ഒരിടത്ത് ഒരു പോട്ടർ ഉണ്ടായിരുന്നു. ഹാരി പോട്ടർ അല്ല, ഈ മൺകലമൊക്കെ ഉണ്ടാക്കുന്ന ആൾ. ഇങ്ങനെ മൺകലങ്ങൾ ഉണ്ടാക്കി വിറ്റിട്ടാണ് അയാൾ ജീവിക്കുന്നത്. ഇയാൾക്ക് 2 ആൺമക്കളുണ്ട്. മൂത്ത ആളാണ് അർജുൻ. ഇവൻ ഭയങ്കര ബ്രില്യൻ്റ് ആണ്, ഫോക്കസ്ഡ് ആണ്, ഷാർപ്പാണ്. ഒരൊറ്റ മിനിറ്റ് പോലും അവൻ വേസ്റ്റ് ചെയ്യില്ല. 22 വയസ്സൊക്കെ ആയപ്പോഴേക്കും ലൈഫിൽ എന്താവണം എന്നുള്ളതിനെ പറ്റിയിട്ട് അർജുൻ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ മകൻ കിരൺ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. സ്വാഭാവികം, ഇയാൾ അങ്ങനെ ലേസി ആയിട്ടുള്ള ആളൊന്നുമല്ല, മണ്ടനൊന്നുമല്ല, ബട്ട് ഒരു ലോസ്റ്റ് ആയ പോലെ ഫീലിംഗ് ആണ്. എപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്, തന്നെ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെയാണ്. എന്തെങ്കിലും ഒന്ന് തുടങ്ങും, കുറച്ച് കഴിയുമ്പോഴേക്കും അത് നിർത്തിപ്പോവും, പിന്നെയും തുടങ്ങും, പിന്നെയും നിർത്തും, ഇങ്ങനെ. അപ്പോൾ അച്ഛൻ ഇവരെ 2 പേരെയും നന്നായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അധികം സംസാരിക്കൊന്നുമില്ല കേട്ടോ. ഈ മൺകലം ഉണ്ടാക്കുന്ന പരിപാടിയിൽ അങ്ങനെ മുഴുകിയിരിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവരുടെ ഗ്രാമത്തിലേക്ക് ഒരു വ്യാപാരി വരികയാണ്. ഇയാൾക്ക് മൺകലങ്ങളാണ് വേണ്ടത്. പക്ഷേ സാധാരണ മൺകലങ്ങളല്ല, ഒരു പ്രത്യേക തരം മൺകലം. ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളുടെ അർജുൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഓ ഇത് ഞാൻ ചെയ്തു തരാം. അങ്ങനെ 3 ദിവസം കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് ആളിത് ഉണ്ടാക്കിയെടുത്തു. ടെക്നിക്കും ടൈമിങ്ങും മെഷർമെൻറ്റും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. എന്നിട്ട് പറഞ്ഞ സമയത്ത് തന്നെ അർജുൻ അത് വ്യാപാരിക്ക് കൊണ്ടുകൊടുത്തു, ഡെലിവർ ചെയ്തു. പക്ഷെ ഇത് കണ്ടപ്പോൾ വ്യാപാരി അത് റിജക്റ്റ് ചെയ്തു കേട്ടോ. വേണ്ട എന്ന് പറഞ്ഞു. അത് അർജുൻ്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടായിട്ടല്ല, ബട്ട് വ്യാപാരിയുടെ റിക്വയർമെൻറ്റ്സ് കഴിഞ്ഞ ദിവസം രാത്രി കംപ്ലീറ്റ്ലി മാറി. ആൻഡ് അയാളുടെ പാർട്ട്ണർക്ക് കുറച്ചുകൂടി ചീപ്പറായിട്ടുള്ള ഒരു പോട്ടറെ കിട്ടുകയും ചെയ്തു. അങ്ങനെ ആ ഡീല് പോയി കിട്ടി. അർജുന് ഭയങ്കര വിഷമായി. 3 ദിവസം കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയെടുത്തതാണ്, ബട്ട് എല്ലാം പോയി. ആൻഡ് ഈ 3 ദിവസം നമ്മളുടെ കിരൺ ഉണ്ടല്ലോ, നമ്മളുടെ അച്ഛൻ മൺകലം ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ലേസായിട്ടൊന്നും അല്ല, അച്ഛൻ്റെ വർക്ക് ഒബ്സർവ് ചെയ്യാണ്. അച്ഛൻ കളിമണ്ണെടുക്കും, അതിനെ നന്നായിട്ട് പ്രസ് ചെയ്യും, ഫോൾഡ് ചെയ്യും, എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും, ദെൻ വീണ്ടും പ്രസ് ചെയ്യും, ഫോൾഡ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം വൈകുന്നേര സമയത്ത് അച്ഛൻ കിരണിനോട് പറഞ്ഞു, നീ ഈ കളിമണ്ണ് കണ്ടോ, ഞാൻ ധൃതി പിടിച്ച് റഷ് ചെയ്ത് പണിയെടുത്താൽ ഇതിൽ വിള്ളൽ വരും. ആൻഡ് ഇതൊന്ന് ശരിക്കും സെറ്റാവുന്നതിന് മുന്നേ തന്നെ ഞാനിത് ബലം കൊടുത്താൽ ഇത് പൊട്ടിപ്പോവും. പക്ഷെ കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ടുള്ള പ്രഷർ കൊടുത്താൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. നോട്ട് ദ പോയിന്റ്. പക്ഷേ കിരൺ ഇത് കേട്ടപ്പോൾ ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷെ ആള് ശരി എന്ന് പറഞ്ഞ് തലയാട്ടി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അർജുനെ തേടി പുതിയൊരു അവസരം വരികയാണ്. കുറച്ചുകൂടി വലിയൊരു ബിസിനസ് ഡീലാണ് കേട്ടോ. ഒരു ഗവൺമെൻറ് കോൺട്രാക്റ്റ് ആയിരുന്നു. 1 വർഷത്തോളം അവൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു, എല്ലാം സെറ്റായിരുന്നു. പക്ഷേ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ കോൺട്രാക്റ്റ് ഏൽപ്പിച്ച ആളുണ്ടല്ലോ, ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, ആള് ട്രാൻസ്ഫർ ആയിപ്പോയി. പുതിയ ആൾ വന്നു. പക്ഷേ പുതിയ ആളുടെ പ്രിഫറൻസസും പ്ലാൻസും ഒക്കെ വേറെയായിരുന്നു. അങ്ങനെ ആ ഡീലും പോയി കിട്ടി, നഷ്ടമായി. ഇതും കൂടി ആയപ്പോഴേക്ക് അർജുന് ശരിക്കും മതിയായി. അന്ന് രാത്രി അവൻ റൂമിലിരുന്ന് കുറേ ചിന്തിച്ചു, എനിക്ക് മതിയായി, ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, രാവും പകലും ഇല്ലാതെ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ഈ ലോകം ശരിയല്ല, ഇറ്റ്സ് അൺഫെയർ, ചിലപ്പോൾ ഈ ലൈഫ് എനിക്ക് സെറ്റാവുന്നുണ്ടാവില്ല. ഇങ്ങനെ ഫുൾ ആൻഡ് ഫുൾ നെഗറ്റീവായിട്ട് സ്വയം സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് നമ്മളുടെ കിരൺ കേൾക്കുന്നുണ്ട്. കിരൺ അർജുനോടൊന്നും പറയുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. അവൻ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, അച്ഛാ, അർജുൻ എന്താ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുന്നേ, ഫെയിലായി പോകുന്നേ, അവൻ എന്നെക്കാളും സ്മാർട്ടാണ്, എന്നെക്കാളും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം കുറച്ച് കളിമണ്ണെടുത്തു. എന്നിട്ട് അത് വെച്ചിട്ട് ഒരു മൺകലം ഉണ്ടാക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു,
കിരൺ, ഈ കളിമണ്ണ് റെഡിയാക്കാനായിട്ട് ഏകദേശം 40 ദിവസം എടുത്തു. പക്ഷേ ഈ മൺകലം ഉണ്ടാക്കാനായിട്ട് എനിക്ക് വെറും 3 ദിവസമേ വേണ്ടി വന്നുള്ളൂ. രണ്ടും കളിമണ്ണ് തന്നെയാണ്, രണ്ടിനും പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ രണ്ടും 2 ഡിഫറെൻറ്റ് സ്റ്റേജിലാണ്. അർജുൻ ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുകയല്ല, അവൻ ഷെയ്പ്പായിക്കൊണ്ടിരിക്കുകയാണ്, പ്രിപ്പയർ ആവുകയാണ്. ഓവൻ ഇതുവരെ അവനെ ടച്ച് ചെയ്തിട്ടില്ല. ആൻഡ് ഏറ്റവും നല്ല മൺകലങ്ങൾ, ഏറ്റവും കൂടുതൽ ചൂട് താങ്ങുന്ന മൺകലങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുക. ഇറ്റ് ബിക്കംസ് ദി ബെസ്റ്റ്. അങ്ങനെ 5 വർഷം കടന്നുപോയി. അർജുന് പിന്നെയും കുറച്ച് ബിസിനസ് ഫെയിലിയേഴ്സൊക്കെ ഉണ്ടായി. ചില പാർട്ട്ണർഷിപ്സൊക്കെ ക്യാൻസലായിപ്പോയി. 1 വർഷം ഒരു ബിസിനസ്സും കിട്ടിയില്ല, വരുമാനവുമില്ല, ഡയറക്ഷനും ഇല്ല. പക്ഷേ ഓരോ തവണ ഫെയിലാവുമ്പോഴും ആൾ പുതിയൊരാളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീക്കായിട്ടുള്ളതൊക്കെ റിമൂവ് ചെയ്ത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് മാറുകയായിരുന്നു. ഹി വാസ് ബെറ്റർ, ക്വയറ്റർ, വൈസർ ആൻഡ് സ്ട്രോങ്ങർ. അങ്ങനെ ഒരു ദിവസം ഒരു ക്രാഫ്റ്റ്സ്മാൻ, ഒരു കരകൗശലക്കാരൻ ഇവരുടെ വില്ലേജിലേക്ക് വരികയാണ്. ഇയാൾക്ക് പുതിയൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പോട്ടറി ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. അപ്പോൾ അതിന് നല്ല ഹൈ ക്വാളിറ്റി വർക്ക് ചെയ്യുന്ന ഒരാളെയാണ് ഇയാൾക്ക് വേണ്ടത്. ജസ്റ്റ് ഒരു പാർട്ട്ണറെ അല്ല, ദി ബെസ്റ്റ് വൺ. അങ്ങനെ ഇയാൾ അർജുൻ്റെ വർക്കുകൾ കാണാണ്. വർഷങ്ങളായിട്ടുള്ള അർജുൻ്റെ അധ്വാനം, ഇയേഴ്സ് ഓഫ് സ്ട്രഗിൾ, ലോട്ട്സ് ഓഫ് ഫെയിലിയേഴ്സ് ആൻഡ് റിഫൈൻമെൻറ്റ്. ആൻഡ് ക്രാഫ്റ്റ്സ്മാൻ പറഞ്ഞു, യെസ്, നിന്നെപ്പോലെയുള്ള ഒരാളായിരുന്നു ഞാൻ ഇത്രയും കാലം നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ അർജുൻ അയാളുടെ പാർട്ട്ണറായി. അപ്പോഴാണ് അർജുന് അച്ഛൻ തന്നോട് പറയാറുള്ള കാര്യം ഓർമ്മ വന്നത്. ഓരോ തവണ നമ്മൾ റിജക്റ്റ് ആകുമ്പോഴും നിനക്കിതിന് പറ്റില്ല എന്ന് ലോകം പറയല്ല, പകരം ദൈവം പറയാണ്, ഇപ്പോഴല്ല, ഞാൻ നിനക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് നീ ഇപ്പോൾ ചേസ് ചെയ്യുന്നതിനേക്കാൾ വലുതാണ്. ഞാനിപ്പോൾ അതിനുവേണ്ടി നിന്നെ പ്രിപ്പയർ ചെയ്യാണ്. ഇപ്പോൾ നീ റെഡി അല്ല, ബട്ട് യു വിൽ ബി. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ കുട്ടി സ്റ്റോറി. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ കുറച്ച് ലെങ്തി ആയി പോയില്ലേ, സോറി. എന്തായാലും നിങ്ങൾക്ക് ഈ സ്റ്റോറിയിലെ മെയിൻ ഐഡിയ ക്യാച്ച് ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാം. നമ്മുടെ ലൈഫ് മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ടാവും അല്ലേ? എന്നാൽ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി സോഷ്യൽ മീഡിയ തുറന്നാലോ, എൻ്റെ പൊന്നോ, ഉള്ള സമാധാനവും പോയി കിട്ടും. നിങ്ങളുടെ പ്രായമുള്ള പലരും നിങ്ങളെക്കാൾ ബെറ്ററായിട്ട് ജീവിക്കുന്നു. ബോയ് ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഉണ്ട്, പൈസയുണ്ട്, നല്ല ജോബ് ഉണ്ട്, അടിപൊളി കാറ്, അടിപൊളി ലൈഫ്. ആൻഡ് നിങ്ങൾ വിചാരിക്കും, ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ? ഞാൻ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ട്രൈ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. എന്താണ് എൻ്റെ പ്രശ്നം? ലൈഫ് എന്ന് പറയുന്നത് എല്ലാവരും ഒരേ സമയത്ത് ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റേസ് ഒന്നുമല്ല. ചില ആൾക്കാർ ജനിക്കുന്നത് തന്നെ അത്യാവശ്യം പൈസയുള്ള ഫാമിലിയിലായിരിക്കും. ചില ആൾക്കാരുടെ ഫാമിലിക്ക് നല്ല കണക്ഷൻസ് ഉണ്ടായിരിക്കും. ചിലർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ വലിയൊരു ഭാഗ്യം വന്നിട്ടുണ്ടാവും. ചില ആൾക്കാർ അവരുടെ പാത്ത് കണ്ടെത്തുന്നത് 35-ാമത്തെ വയസ്സിലായിരിക്കും, ചിലർ 40-ാമത്തെ വയസ്സിലായിരിക്കും. നിങ്ങളുടെ ഒരു 3-ാമത്തെ ചാപ്റ്റർ എടുത്തിട്ട് മറ്റൊരാളുടെ 30-ാമത്തെ ചാപ്റ്ററുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. ബട്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആൻഡ് ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ടൈമിംഗ് ഈസ് നോട്ട് റാൻഡം. മറ്റേ സിനിമയിൽ പറയുന്നില്ലേ, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസ. അതാണ് ടൈമിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങളൊരു പെർട്ടിക്കുലർ റിലീജിയനിൽ നന്നായിട്ട് വിശ്വസിക്കണം, ഫുൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അതൊന്നുമല്ല. ബട്ട് ട്രൈ ടു ഗോ ലിറ്റിൽ ഡീപ്പ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളല്ലേ, ലൈക്ക് റിജക്ഷൻ, കൺഫ്യൂഷൻ, സ്ട്രഗിൾ, ഇതൊക്കെ നിങ്ങളെ സക്സസ്സിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയടിക്ക് സക്സസ് ആയി കഴിഞ്ഞാൽ അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഗ്രോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരില്ല. ബിക്കോസ് നിങ്ങളുടെ ഫൗണ്ടേഷൻസ് സ്ട്രോങ് ആവില്ല. പെയിൻ ബിൽഡ്സ് ഡെപ്ത്, ഫെയിലിയർ ബിൽഡ്സ് വിസ്ഡം, വെയിറ്റിംഗ് ബിൽഡ്സ് പേഷ്യൻസ്. ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് റെഡി ആവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളുടെ കഥയിൽ അർജുന് ആദ്യത്തെ കോൺട്രാക്ട് തന്നെ സെറ്റായിരുന്നെങ്കിൽ മേ ബി ആൾ കുറച്ച് അരഗൻ്റ് ആയിട്ട് മാറുമായിരുന്നു. പെട്ടെന്നൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കത് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ പല ശ്രമങ്ങളും പരാജയപ്പെട്ട് ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെട്ട് ക്വിറ്റ് ചെയ്യണോ എന്ന് വരെ ആലോചിച്ച് ബട്ട് ക്വിറ്റ് ചെയ്യാതെ വീണ്ടും പരിശ്രമിച്ച അർജുനുണ്ടല്ലോ, അയാൾക്ക് ഇനി എന്ത് പ്രശ്നം വന്നാലും അയാൾ അത് സർവൈവ് ചെയ്യും. ഹി നോസ് ഹൗ ടു സർവൈവ്, ഹി നോസ് ഹൗ ടു ബിൽഡ് സംതിങ് ദാറ്റ് ലാസ്റ്റ്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടൂല എന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ. ആൻഡ് അങ്ങനെയുള്ളവർക്കാണ് ബിഗ് ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. യുവർ ഡിലേയ്സ് ആർ നോട്ട് പണിഷ്മെൻറ്റ്സ്. ഐ വിൽ സേ ദാറ്റ് അഗെയിൻ, യുവർ ഡിലേയ്സ് ആർ നോട്ട് പണിഷ്മെൻറ്റ്സ്, ദേ ആർ പ്രിപ്പറേഷൻ. ആൻഡ് ഇപ്പം നിങ്ങളുള്ള ഫേസ് എന്ന് പറയുന്നത് മേ ബി നിങ്ങൾക്കൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഫേസ് ആയിരിക്കും. ഒന്നിനും ഉത്തരം കിട്ടുന്നുണ്ടാവില്ല. നത്തിങ് ഈസ് മേക്കിംഗ് സെൻസ്. നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടുന്നുണ്ടാവില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ടാവും. ആൻഡ് നിങ്ങളുടെ ഡ്രീം, അതിലേക്കുള്ള ദൂരം കൂടുന്ന പോലെ തോന്നാം. ആൻഡ് നിങ്ങൾ സ്വയം ചോദിക്കുന്നുണ്ടാവും, വാട്ട്സ് ദ പോയിന്റ്?
ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എത്ര കഷ്ടപ്പെട്ടിട്ടും ഒന്നും കിട്ടുന്നില്ല, ദെൻ വൈ? ചിലപ്പോൾ എൻ്റെ വിധി ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ശ്രമങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കും. ബട്ട് പ്ലീസ് ബ്രോ, പ്ലീസ് സിസ്റ്റർ, പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ്, പ്ലീസ് ഡോണ്ട് ക്വിറ്റ്. യു ആർ നോട്ട് ബിഹൈൻഡ്, യു ആർ ബീങ് ബിൽറ്റ്. നിങ്ങളിങ്ങനെ ബിൽഡായിക്കൊണ്ടിരിക്കുകയാണ്. യു ആർ ബിക്കമിങ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്സ് ഇൻ ലൈഫ് ടേക്സ് ദ മോസ്റ്റ് ടൈം. വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഒരു വൃക്ഷം കായ്ക്കുന്നത്. ഒരു ഡയമണ്ട് ബിൽഡ് ആവാനായിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ പ്രഷർ വേണം. ആൻഡ് ഒരു മീനിങ് ഫുൾ ലൈഫ് ബിൽഡ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ വേണം, പരാജയങ്ങൾ വേണം, സൈലൻസ് വേണം ആൻഡ് സമയം വേണം. സോ ഇന്ന് മുതൽ, ഇപ്പോൾ മുതൽ നിങ്ങൾ ചെയ്യേണ്ട 3 സ്റ്റെപ്സ് പറയാം. സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റോപ്പ് കമ്പയറിങ്. മറ്റുള്ളവരുടെ ലൈഫ് നിങ്ങൾ നോക്കണ്ട. അവരുടെ ലൈഫ് അല്ല നിങ്ങളുടെ ലൈഫ്, അവരുടെ ടൈമിംഗ് അല്ല നിങ്ങളുടെ ടൈമിംഗ്. ജസ്റ്റ് ക്ലോസ് ദോസ് ആപ്സ് ആൻഡ് ലുക്ക് അറ്റ് യുവർ ഓൺ ലൈഫ്. സ്റ്റെപ്പ് 2, ട്രസ്റ്റ് ദ പ്രോസസ് യു ആർ ഇൻ. ചിലപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, ഒന്നിനും ഉത്തരം കിട്ടുന്നുണ്ടാവില്ല, ഹേർട്ട് ആവുന്നുണ്ടാവും. ബട്ട് ലിസൺ, എല്ലാം ആഡപ്പ് ആവുന്നുണ്ട്. മീൻസ് യു ആർ ഗെറ്റിംഗ് സ്ട്രോങ്ങർ. സ്റ്റെപ്പ് 3, കീപ് മൂവിങ്. പോയിക്കൊണ്ടേയിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡെസ്റ്റിനേഷൻ കാണുന്നുണ്ടാവില്ല. ബട്ട് ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ ഡെസ്റ്റിനേഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. ടേക്ക് 1 സ്റ്റെപ്പ് എവറി സിംഗിൾ ഡേ. ദാറ്റ്സ് ഓൾ. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ വലുതായിരിക്കും മേ ബി ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. പിന്നെ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നാൽ പിന്നെ ലൈഫിൽ ഒരു രസം ഉണ്ടാവില്ല. റിജക്ഷൻസും ഫെയിലിയേഴ്സും ഒക്കെ വേണം. അതൊക്കെയാണ് ശരിക്കും വേണ്ടത്. ഇതിലൂടെയൊന്നും കടന്നു പോവാതെ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നവരാണ് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ ആകെ തകർന്നു പോകുന്നത്. സോ ലിസൺ, ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യു. ഇനി ഇങ്ങോട്ടാരും ജാതിൻ്റെയും മതത്തിൻ്റെയും പേരൊന്നും പറഞ്ഞ് വരണ്ട. അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഐ മീൻ ഇറ്റ് ആസ് എ ട്രൂത്ത് അബൌട്ട് ലൈഫ്, എ ഹോപ്പ് ഫോർ ലൈഫ്. ദാറ്റ്സ് ഇറ്റ്. അത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നേച്ചറിന് അതിൻ്റേതായിട്ടുള്ള ഓർഡർ ഉണ്ടാവും, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സമയം ഉണ്ടാവും. ആൻഡ് യു at this exact moment in your life are exactly where you need to be, to become who you need to become, to receive what you are meant to receive. Trust that, believe that, live that. So that's it guys. I hope this video was useful for you. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. Thank you so much for your time. Have a great day. Have a great life.